ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ഇതുപോലൊരു പ്ലെയിൻ ബ്ലൗസിലാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ലീവ് ഇതുപോലെ ഒരു കീ ഹോളായിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് ഈ ഹോളിൻ്റെ ചുറ്റിലും ഡിസൈൻ ചെയ്യണം. അതുപോലെ സ്ലീവിൽ അടിയിലായിട്ടാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ നെക്ക് ബാക്ക് നെക്ക് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ബ്ലൗസ് എങ്ങനെയാണ് നല്ല അടിപൊളി ഒരു ഡിസൈനർ ബ്ലൗസാക്കി മാറ്റാമെന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മൾ ഈ ബ്ലൗസ് ഇതുപോലെ ഒരു ആര്യ സ്റ്റാൻഡിൽ ഫ്രെയിമിലിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഷുഗർ ബീഡ്സും അതുപോലെ ഗോബി ഷേപ്പിലുള്ള ഗോൾഡൻ ബീഡും, പിന്നെ സാധാരണ നമ്മുടെ ഗോൾഡൻ ബീഡ്, പിന്നെ കുന്തൻ സ്റ്റോൺ വേണം, ട്രയാങ്കിൾ ഷേപ്പിലുള്ളതും അതേപോലെ റൗണ്ട് ഷേപ്പിലുള്ളതും. ഇവിടെ ഞാൻ നെക്കിൻ്റെ അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ഇഞ്ച് വിട്ടിട്ടാണ് ഓരോ മാർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ നമ്മുടെ പെൻസിലോ ശരിക്കും ഈ ബ്ലൗസിൻ്റെ കളറ് ഇതാണ്. നല്ല അടിപൊളി ഒരു തത്തമ്മയുടെ ഒരു പച്ച ഉണ്ടല്ലോ, കിളിപ്പച്ച, ആ ഒരു കളറാണ്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കളറ് ചേഞ്ചായി വരികയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കളറാണിത്. ഇതിൽ ഈ വർക്ക് കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, ആദ്യം ഞാൻ ഈ നെക്കിൻ്റെ സൈഡിൽ അറ്റത്തുകൂടെ ആര്യ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് മറ്റേ ഗോൾഡൻ ഷുഗർ ബീഡ് കൊണ്ട് ഞാൻ ഇങ്ങനൊരു ആര്യ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ടാണ് ഞാൻ അടുത്ത വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ ആദ്യം ഒരു ഡോട്ട് വിട്ടിട്ട് ഇതുപോലെ നമ്മുടെ B7000 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗ്ലൂ വെച്ചിട്ട് ആ ഓരോ കുന്തൻ സ്റ്റോണ് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ ഫസ്റ്റ് ഞാൻ ഈ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് കുന്തൻ സ്റ്റോണാണ് കേട്ടോ. ട്രയാങ്കിൾ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു മീഡിയം സൈസിലുള്ളത്, നല്ല വലുതുമല്ല എന്നാൽ പാകത്തിന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണാണ് ഞാനിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഇതേപോലെ ഓരോ ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഓരോന്നിലും ഇതുപോലെ അങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് ശരിക്കും കറക്റ്റ് ഉണങ്ങിയതിന് ശേഷം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നല്ലതാവുക. കാരണം ഞാൻ ഇപ്പോൾ ഇങ്ങനെ വേഗം ചെയ്യുന്നത് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതല്ലാതെ നിങ്ങളിത് പൊട്ടിച്ചുടനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ സൂചി അതിലിങ്ങനെ ആ പശയിൽ കുടുങ്ങി പോകും കേട്ടോ. അപ്പോൾ പിന്നെ അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒരു വലിച്ചെടുക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ബാക്കിയുള്ള എല്ലാ ഓരോ ഗ്യാപ്പ് വിട്ടിട്ട് ഈ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും ആ ഒരു അറ്റെത്തുമ്പോഴേക്കും ഏകദേശം ഇതൊന്നും ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ സൂചിയും നൂലും എടുത്തിട്ട് ഇതുപോലെ അടിയിൽ നിന്ന് ഒരു ഫസ്റ്റ് സെൻറ്റർ ഭാഗത്തുനിന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ ആൻറ്റിക് കളറിലുള്ള ഗോൾഡൻ ബീഡ്, ഷുഗർ ബീഡ് എടുത്തിട്ട് ഒരു 5 ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കണം. ആ കറക്റ്റ് എത്രത്തോളം ലെങ്ത്ത് വരുന്നുണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഓരോ ഷുഗർ ബീഡും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ആ ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ ആ ബീഡ്സ് കുത്തിയിറക്കി കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിലും കൂടി കുറച്ചുകൂടി വലിപ്പമുള്ള കുന്തൻ സ്റ്റോൺ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഷുഗർ ബീഡ്സിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ലാസ്റ്റത്തെ സൈഡും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ട്രയാങ്കിൾ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അടിയിലോട്ടാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഈ മുകൾ ഭാഗത്തു നിന്ന് തന്നെ ഞാൻ ആ സെൻറ്റർ ഭാഗത്തു നിന്ന് കുത്തിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ 4 ഷുഗർ ബീഡ് കേട്ടോ, 4 ഷുഗർ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ താഴോട്ട് കുത്തി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കുത്തിയതിൽ 5 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് അഴിച്ച് മാറ്റിയാണ്. 4 മതി.
കറക്റ്റ് 4 എണ്ണമാണ് ഞാനിപ്പോൾ ഇവിടെ കുത്തിയെടുക്കുന്നത്. എന്നിട്ട് അതിനെ ആ ഒരു ലെങ്ത്ത് നോക്കിയിട്ട് എവിടെയാണോ കറക്റ്റ് ആ ലൈന് വരുന്നത് അവിടെ താഴോട്ട് അതിനെ കുത്തിയിറക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ഗോബി ഷേപ്പിലുള്ള ആ ഗോൾഡൻ ബീഡ് ഇതുപോലെ ഒരു ഷുഗർ ബീഡും ഒരു ഗോബി ബീഡും ആഡ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് കുത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഏകദേശം അതിൻ്റെ എത്രത്തോളം ലെങ്ത്ത് വരുന്നുണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ മുകളിൽ നിന്ന് നമുക്ക് കുത്തിയിറക്കാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മറ്റേ ഗോൾഡൻ ബീഡ്, അതായത് ഗോബി ഷേപ്പിലുള്ള ഗോൾഡൻ ബീഡ് പിന്നെ ഒരു ഷുഗർ ബീഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടില്ലേ ആ ലെങ്ത്ത് നമുക്ക് എത്രത്തോളം വരുന്നോ അവിടെ താഴോട്ടേക്ക് അതിനെ കുത്തി ഇറക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ഒരു വി ഷേപ്പ് കിട്ടുന്ന രീതിയിൽ വീണ്ടും നമ്മളിതിനെ കുത്തി ഇറക്കി കൊടുക്കുക. അപ്പം നമുക്ക് ഇതുപോലൊരു ഡിസൈനാണ് കേട്ടോ കിട്ടുക. കണ്ടില്ലേ, ഓരോരുത്തർക്കും എങ്ങനെയാണ് അത് കുത്തി എടുക്കാൻ എളുപ്പം എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് 2 സൈഡും ഞാൻ ചെയ്യുന്നുണ്ട്. മുകളിൽ നിന്ന് എടുക്കുന്നുണ്ട്, താഴെ നിന്നും എടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലൊരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സെൻറ്റർ ഭാഗത്തു നിന്ന് കുറച്ച് സൈഡിൽ നിന്നായിട്ട് ഒന്ന് മുകൾ ഭാഗത്തു നിന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഗോൾഡൻ ബീഡും പിന്നെ ഒരു ഷുഗർ ബീഡ് വീണ്ടും ഒരു മീഡിയം സൈസിലുള്ള ഗോൾഡൻ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആ ഒരു ലെങ്ത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഫില്ലായി കഴിഞ്ഞൊരു ചതുരം പോലെ നമുക്കത് കിട്ടും. അപ്പോൾ ഒന്നുകൂടി കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇതുപോലെ ഇപ്പുറത്തെ സൈഡും ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പുറത്തെ ഇനി അടുത്ത കാണുന്ന ഡോട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ഇതുപോലെ ആദ്യം 4 ഷുഗർ ബീഡുകൾ നമുക്ക് ഒന്ന് താഴോട്ടേക്ക് കുത്തി കൊടുക്കാം. അപ്പോൾ ഹാഫായിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ 4 എണ്ണം ഞാൻ ആദ്യം എടുത്തു. എന്നിട്ട് അതിന് എവിടെയാണോ ആ ഒരു കറക്റ്റ് ലെങ്ത്ത് വരുന്നത് അവിടെ താഴോട്ടേക്ക് കുത്തിയിറക്കി കൊടുത്തു. എന്നിട്ട് ഏകദേശം ആ ഒരു 4 മുത്ത് എത്രത്തോളം ലെങ്ത്ത് വരുന്നത് നോക്കിയിട്ട് നമ്മൾ വീണ്ടും താഴത്തുനിന്ന് കുത്തിയെടുത്തു. എന്നിട്ട് നേരത്തെ കുത്തിയിറക്കിയ സ്ഥലത്തേക്ക് അതിനെ ആ 4 ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് കുത്തിയിറക്കുക കേട്ടോ. കുത്തിയിറക്കല്ല ചെയ്യുന്നത്, മറ്റേ 4 ഷുഗർ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ സൂചി മുകളിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് താഴോട്ട് കുത്തിയിറക്കുക. അപ്പോൾ അവിടെ അത് കറക്റ്റ് ആ ഒരു ലെവലിൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ ആ ഗോബി ഇതുണ്ടല്ലോ ബീഡ് അത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു വി ഷേപ്പിൽ ഒരു ഷുഗർ ബീഡും ഒരു ഗോൾഡൻ ബീഡും ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക, ഒരു ലീഫിൻ്റെ ഒരു ലുക്കിൽ. അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് നമ്മുടെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു മീഡിയം സൈസിലുള്ള കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പശാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ കുന്തൻ സ്റ്റോൺ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള കുന്തൻ സ്റ്റോണാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇനി അതിന് ചുറ്റും ഷുഗർ ബീഡ് കൊണ്ട് ഒരു റൗണ്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഞാൻ 11 ഷുഗർ ബീഡാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ റൗണ്ട് കിട്ടാനായിട്ട് ഇതിൽ 11 ഷുഗർ ബീഡാണ് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള കുന്തൻ സ്റ്റോണാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മുത്തുകളുടെ എണ്ണം കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്യാനായിട്ട് 11 എണ്ണമാണ് വേണ്ടത്. എന്നിട്ട് ഞാൻ ഓരോ 3 മുത്തിൻ്റെ ഇടയിൽ കൂടെയും ഇതുപോലെ ഓരോ നോട്ടിട്ട് കൊടുക്കുന്നുണ്ട്, കെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുപോലെ. എന്നിട്ട് വീണ്ടും ഒരു 3 മുത്ത് ഗ്യാപ്പിൽ ഞാൻ വീണ്ടും ഓരോ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ റൗണ്ട് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ആ മുത്തുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങി മാറത്തുമില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ ഇപ്പോൾ ഓരോ 3 മുത്തിൻ്റെ ഇടയിൽ കൂടി ഓരോ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഇവിടെ ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് വേഗത്തിലൊന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ.
ഇപ്പം നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ഇടയിൽ രണ്ടിൻ്റെ ഇടയിൽ ഓരോ ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, ആ ഗ്യാപ്പിൻ്റെ അവിടെ നിന്ന് കുറച്ച് അടിയിൽ നിന്നായിട്ട് അത് കുത്തിയെടുക്കുക. എന്നിട്ട് ഒരു ഷുഗർ ബീഡും ഒരു മീഡിയം സൈസിലുള്ള ഗോൾഡൻ ബീഡും ഇതുപോലെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ കാണാം ആ ഒരു ഭാഗം ഫില്ലായിട്ടുണ്ടാവും. മറ്റേതിനെക്കാട്ടിയും നമ്മൾ നേരത്തെ ചെയ്തതിനെക്കാട്ടിയും കുറച്ചുകൂടി ഭംഗി ഇപ്പോഴാണ് കേട്ടോ. കണ്ടില്ലേ? അത് നിങ്ങൾക്ക് ആ വ്യത്യാസം അതിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്ന എല്ലാത്തിലും ഇങ്ങനെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും കുത്തി കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ഏറ്റവും വലിയ സൈസിലുള്ള ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും ഇതുപോലെ ഒന്ന് താഴോട്ടേക്ക് കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ അതും കാണാനും കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഇതുപോലെ ഇനി നമ്മൾ ഇപ്പുറത്തോട്ടല്ലേ വരേണ്ടത്. അപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിൻ്റെ അത്രയും നൂല് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്തതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് ഒന്ന് കുത്തിയെടുത്തിട്ട് കുറച്ച് തൊട്ടപ്പുറത്തായിട്ട് ഒന്ന് കുത്തി ഇറക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ത്രെഡ്, അടിയിലത്തെ ത്രെഡ് നീളത്തിൽ കിട്ടാതെ ഒന്ന് ചെറുതായി കിട്ടും. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് കൊടുത്തിട്ട് ഇതുപോലെ വലിയ ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക്. അപ്പോൾ ഞാനിതാ നമ്മുടെ സ്ലീവും അതേപോലെ നെക്കും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ആ കീ ഹോളിൻ്റെ അവിടെ നമ്മൾ അടിയിൽ ഒരു കുന്തൻ സ്റ്റോണിൽ ഒരു റൗണ്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ അവിടെ കൊടുത്ത ആ വലിയ ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും ഇടയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കയ്യിൽ സ്ലീവിൽ അവിടെ ഇവിടെ ആയിട്ട് ആ ഒരു കുന്തൻ സ്റ്റോൺ, റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണിൻ്റെ കൂടെ നമ്മൾ ആ ഒരു ഡിസൈൻ അടിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നെക്ക് ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. നെക്കും കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കും. എന്തായാലും നിങ്ങളെ കൊണ്ടും പറ്റും. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടും നല്ല ഡിസൈനായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.